പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഗവർണറുമായി ഗവർണറെ കണ്ടതിന് ശേഷം വി ഡി സതീശൻ നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെൻറ് ഹൗസിലെത്തിയെന്നാണ് വിവരം. കന്റോൺമെൻറ് ഹൗസിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി കാശ്മി താജ് ഇബ്രാഹിമുണ്ട്. ആഷ്മി, വി ഡി സതീശൻ മടങ്ങിയെത്തിയിരിക്കുന്നു, അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു, ഇനി സത്യപ്രതിജ്ഞയുടെ ഊഴം. അതെ, കന്റോൺമെന്റ് ഹൗസിലേക്ക് വി ഡി സതീശൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം രാവിലെ മുതൽ തുടങ്ങിയ നന്നായി ക്ഷീണിതനാണെന്ന് തോന്നുന്നു. അദ്ദേഹം നേരെ അകത്തേക്ക് കയറി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. എന്തായാലും അതിനകത്ത് വി ഡി സതീശനുണ്ട്. ഒരുപാട് നേതാക്കൾ, ഒരുപാട് പ്രവർത്തകർ വീഡിയോ കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുകയാണ്. കന്റോൺമെന്റ് ഹൗസിൽ ചില ചർച്ചകൾ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. ചില MLA മാരുണ്ട്, ഘടകകക്ഷി നേതാക്കൾ, ചിലർ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ പിന്തുണക്കത്തറിയിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. വി ഡി സതീശനൊക്കെ അടുത്ത വളരെ അടുത്ത അനുയായികൾ, വളരെ അടുത്ത പ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചർച്ചകൾ ഒക്കെ നടക്കാനിടയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞു പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ, പ്രധാനപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രൊസീജിയേഴ്സ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി സത്യപ്രതിജ്ഞകൾ ഒരുക്കമാണ്. സത്യപ്രതിജ്ഞ 10 വർഷത്തിന് ശേഷം അധികാരത്തിന് പുറത്തു വന്ന് തിരികെ വന്ന ഒരു UDF സർക്കാർ സത്യപ്രതിജ്ഞയാണ്. അതൊരു ആഘോഷമോട് ഉറപ്പായുണ്ട്, ആഘോഷ വൈബ് അതിനുള്ളൊരു ഉറപ്പായുണ്ട്, ആഘോഷ ഉറപ്പായുണ്ട്. അപ്പോൾ അതിനെ പരമാവധി ആഘോഷമാക്കി സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കാനാകും UDF ആലോചന. ഇനിയിപ്പോൾ അതിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഒരുക്കങ്ങൾ തന്നെയാകും. വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് റൂമിനകത്തേക്ക് വീടി പോയി. അല്പസമയത്തിനകം പുറത്തേക്ക് വരും. ഇനി ഇവിടെ വീഡിയോ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ന കാര്യം എന്തായാലും നമുക്കറിയില്ല. എന്തായാലും ഇവിടെ നമുക്ക് ലീഡർ ഓഫ് ലൈവിലാണ് ഇവിടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ കേരള എന്നുള്ള ബോർഡ് കാണാം. അത് അവിടെ അതിന് പുതിയ ഒരാൾ വരാൻ പോകുന്നു. ആ കസേരയിൽ പിണറായി വിജയനാണ് വരാൻ പോകുന്നത്. മുഖ്യമന്ത്രി ആ കസേരയിൽ ഇക്കാലം അത്രയും ഇരുന്ന് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പോകുന്നുണ്ട്. ഇവിടെ കന്റോൺമെന്റ് ഹൗസിന് നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി അങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ ഒരു നോക്കണം. വീഡിയോ പക്ഷേ വന്നിറങ്ങി ഏതോ ഒരു നാഷണൽ മീഡിയയിലെ ഒരാൾ PTAയാണെന്ന് തോന്നുന്നു SK എന്നത് രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട, രമേശ് ചെന്നിത്തലയുടെ അസ്വസ്ഥമായ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നാഷണൽ മീഡിയക്കാരൻ ചോദിച്ചത്. അതോടുകൂടി വി ഡി സതീശൻ വളരെ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. ഇനി ഒരു പക്ഷേ അല്പം തന്നെ വിശ്രമം ഉണ്ടോ എന്നറിയില്ല, അതോ നേരെ ഇന്ന് തന്നെ എറണാകുളത്തേക്ക് മടങ്ങുമെന്ന് അറിയില്ല. എറണാകുളത്ത് അദ്ദേഹത്തെ കാത്ത് നൂറുകണക്കിന് ആളുകൾ നിൽക്കുന്നു. ഇന്ന് തന്നെ വലിയ ആഘോഷ പരിപാടികൾ അവിടെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികളുടെ ബാക്കി അവിടെ കാണുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് അല്പസമയം കൂടെ കാത്തിരിക്കാം. ഒരുപക്ഷെ വി ഡി സതീശൻ ഒരു മാധ്യമങ്ങളോടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാകുമോ കന്റോൺമെന്റ് ഹൗസിൽ എന്ന കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഇവിടെ വി ഡി സതീശനുമായി വളരെ അടുത്ത അനുയായികൾ, വളരെ അടുത്ത അനുയായികൾ, വളരെ അടുത്ത പ്രവർത്തകർ, എറണാകുളത്തെ ആളുകൾ അടക്കമുള്ളവർ നേരത്തെ തന്നെ വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് ഗവർണർ ലോക്ഭവനിൽ നിന്ന് വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് ഇവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവരോട് അകത്ത് ചെറിയ ചില ആശയവിനിമയങ്ങൾ നടത്താണ് വി ഡി സതീശൻ. അതിനുശേഷം പുറത്തേക്ക് ഒരുപക്ഷെ വന്നേക്കാം. മാധ്യമങ്ങളോട് സംസാരിക്കും. നമുക്ക് അക്കാര്യം എന്തായാലും അറിയില്ല. ഇനി എന്തായാലും കഴിഞ്ഞു. ഇനി അതിൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി CLP നിയമസഭാ കക്ഷി യോഗം പൂർത്തിയാക്കി. യോഗം അതിൻ്റെ നേതാവിനെ ഒഫീഷ്യലി തിരഞ്ഞെടുത്തു. ആ നേതാവ് ലോക്ഭവനിലേക്ക് പോയി ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കുന്ന അവകാശവാദം ഉന്നയിച്ചു. സത്യപ്രതിജ്ഞ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ വളരെ ആഘോഷത്തോടെ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ, ഇനി വളരെ ആഘോഷത്തോടെ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ തന്നെ അതിൽ കോൺഗ്രസ് നടത്തും. നേരത്തെയൊക്കെ പറയുന്നത് പോലെ കോൺഗ്രസിന് ഇത് വളരെ അഭിമാന വിജയമാണ്. UDF ഇത് വളരെ അഭിമാന വിജയമാണ്. 102 സീറ്റ് എന്നുള്ള മഹത്തായ വിജയമാണ്. ആ മഹത്തായ വിജയം 10 ദിവസത്തെ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിൽ കുറച്ചൊരു മങ്ങൽ സംഭവിച്ചെങ്കിലും ആ മങ്ങലൊക്കെ മാറ്റിക്കൊണ്ട്, ആ ക്ഷീണമൊക്കെ മാറ്റിക്കൊണ്ട് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് വലിയ ഗംഭീരമായ ചടങ്ങാക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോഴും തുടരുകയാണ്. SK. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിമാണ് കന്റോൺമെൻറ് ഹൗസിൽ നമുക്കൊപ്പം ചേർന്നത്. ലോക് ഭവനിൽ സന്ദർശനം നടത്തിയതിനു ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെൻറ് ഹൗസിൽ മടങ്ങിയെത്തിയതാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ജഗതിയിലുള്ള വീടും സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ചാണ്ടി ഉമ്മൻ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടും സന്ദർശിക്കുമെന്ന് നേരത്തെ VM സുധീരനെയും AK ആൻ്റണിയും സന്ദർശിച്ചിരുന്നു. ഇനി ഉമ്മൻചാണ്ടിയുടെ വീട് കൂടി സന്ദർശിക്കാനുള്ള പദ്ധതിയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ഗോപികൃഷ്ണൻ അദ്ദേഹം ഇന്ന് സാമാജികരുടെ സമ്മേളനത്തിൽ പറഞ്ഞത് മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി KC വേണുഗോപാലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് സംശയിക്കാൻ സാഹചര്യമുള്ളത് ഇവരൊക്കെ ഒരു രീതി പറഞ്ഞ ഗ്രൂപ്പ് നേതാക്കന്മാരാണ്. തന്നെ അവരുടെ യോഗ്യതയും കഴിവും വിദ്യാഭ്യാസ പരിചയവും ഒക്കെ നോക്കാതെ, പരിചയ സമ്പന്നതയും ഭരണപരമായ കാര്യക്ഷമതയും നോക്കാതെ ആളുകളെ തിരികെ വെച്ചാൽ
ഇതിന്റെ ശോഭ കെട്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു സംശയവുമില്ല എസ് കെ. മാത്രമല്ല വി ഡി സതീശൻ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല എന്നത്. സത്യത്തിൽ അദ്ദേഹം ഒരേ സമയം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും അതേസമയം തന്നെ നേതൃത്വത്തിന് ഒരു സന്ദേശം നൽകുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല, അതിന് ടീം UDF ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ തന്നോടൊപ്പം ചേരുന്ന ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ കൂട്ടായി തനിക്കൊപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ എന്നതാണ് ഉറപ്പായും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി മന്ത്രിസഭാ രൂപീകരണത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായി നിൽക്കുകയും പിന്നീട് തഴയപ്പെടുകയും ചെയ്ത KC വേണുഗോപാലും ഇപ്പോൾ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അവരുടെയൊക്കെ താല്പര്യങ്ങൾ ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ പരിഗണിക്കപ്പെടും, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അദ്ദേഹം ചില ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ താൻ പറയുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫോർമുല ഇതിനോടകം തന്നെ ACC യുടെ പക്കലുണ്ടാകും. പിന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് പോലും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഉറപ്പായും അദ്ദേഹം ഈ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന്റെ ഒരു അർഹതയെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം, ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു, ഇതിനു മുൻപും മുൻപ് താൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ഒക്കെ താൻ ഒരു തരത്തിലുമുള്ള പ്രയാസം ഹൈക്കമാൻഡിന് ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും എൻ്റെ പേരിൽ ഒരു ബാനറും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന ഒരു വലിയ അവകാശവാദത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തൻ്റെ അർഹത തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏറ്റവും മികച്ച വകുപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ ധാരാളമുണ്ട്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N ശക്തൻ, K മുരളീധരൻ ഇവരൊക്കെ തന്നെ ഇതിനകത്ത് ഈ മന്ത്രിസഭയ്ക്കകത്ത് ഉണ്ടാകണം. അതോടൊപ്പം വളരെ സീനിയർ ആണ്, അവർക്ക് നല്ല വകുപ്പും കൊടുക്കണം. നല്ല വകുപ്പ് എല്ലാം കൂടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ താനും. തീർച്ചയായും എസ്കർ. എന്തായാലും പ്രതിപക്ഷ നേതാവ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലായ്പ്പോഴും ഹാഷ്മി പറഞ്ഞ പ്രശ്നം അത് ശരിയാണ് കേട്ടോ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അപ്പോൾ എന്തായാലും അദ്ദേഹം എല്ലായ്പ്പോഴും ഈ നേതാക്കൾക്കിടയിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന എല്ലാ ഘട്ടത്തിലും പുറത്തു വന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ടീം UDF ആണ് എന്ന് അടിവരയിടുന്നൊരു നേതാവാണ് എല്ലായ്പ്പോഴും വി ഡി സതീശൻ. ഇന്നും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. KC വേണുഗോപാലിന്റെ അമർഷം, രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധമൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ ആദ്യം പറയുന്ന പേര് KC വേണുഗോപാലിന്റേതാണ്, പിന്നീട് രമേശ് ചെന്നിത്തലയുടേതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യ സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. ഇനി അതിനപ്പുറം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വളരെ വലിയൊരു വിഷൻ, അത് വി ഡി സതീശന്റെ ഒരു വിഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം കുറേയൊക്കെ അദ്ദേഹം അതിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, സ്റ്റഡീഡ് ആണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം 5 വർഷം കൊണ്ട് പ്രാവർത്തികമാക്കണമെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു ടീം അദ്ദേഹത്തിനൊപ്പം വേണം. അത് മന്ത്രിമാർ തന്നെ ആകണം എന്നുള്ളത് ഏറ്റവും പ്രധാനവുമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് പോലെ KC യുടെ നോമിനികൾ, RC യുടെ നോമിനികൾ ഇവരൊക്കെയാണ് ആ ടീമിലേക്ക് വരികയെങ്കിൽ അവർ എത്ര കണ്ട് വി ഡി സതീശനുമായി അക്കാര്യത്തിൽ അനുകൂലമായി നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നീട് UDF എല്ലാ കാലത്തും കോൺഗ്രസ് എല്ലാ കാലത്തും ഭരണമുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നില സ്വീകരിക്കുന്നത് ഒരുപക്ഷെ അത് മാറുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ ആകെ 11 സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ തന്നെ അതിൽ എത്ര മുതിർന്ന നേതാക്കൾ വരുമെന്ന് അറിയില്ല. അപ്പോൾ ആ മുതിർന്ന നേതാക്കളുടെ അനുഭവ പരിചയമൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ വി ഡി സതീശൻ പറയുന്ന നിലയിൽ ഈ ജൻസികളെ പോലും അഡ്രസ്സ് ചെയ്യുന്ന നിലയിലേക്ക് ആ വിഷൻ എങ്ങനെ മുന്നോട്ട് വെക്കാനാകും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അത്തരം ആളുകൾ മന്ത്രിസഭയിലേക്ക് വരണം എന്നുള്ളത് ഏറെ നിർണായകമാണ്. KC ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. വി ഡി സതീശൻ പറയുമ്പോൾ പോലും KC കൊടുക്കുന്ന അല്ലെങ്കിൽ RC കൊടുക്കുന്ന എല്ലാ നോമിനികളെയും ആ നിലയിൽ തന്നെ അംഗീകരിച്ച് ശരി ആരായാലും മതി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന് തോന്നുന്നുമില്ല. അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് നിലയിലും അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കാൻ വി ഡി സതീശൻ ശ്രമിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദിലീപ് കുമാർ, ഇതിൽ വി ഡി സതീശനും